ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പലരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാളെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിയമങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ദിവസം. നാളെയാണ് ജൂലൈ 22. ഓക്കെ, അപ്പോൾ ഇതുവരെയായിട്ടും ഇതിനകത്ത് പൂർണ്ണമായിട്ടും പറയാത്ത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും പുറത്തു വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയർലൻഡിനെ പറ്റി ഇതിലായിട്ടും പല ആൾക്കാരും അവിടെ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്നൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യവും പിന്നെ സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യവും മറ്റേതും മറിച്ചതെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ഇതുവരെയായിട്ടും ഈ പറയുന്ന അയർലാൻഡ് കേസ് ഒരു പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോട് ഇപ്പോൾ പറയുന്ന പാർലമെൻറ്റിലുള്ള ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഇല്ലാതെ ഇതിനകത്തൊരു പേപ്പറിലായിട്ടോ ഒരു ഡോക്യുമെൻറ്റിനകത്തൊന്നും ILR 5 to 10 years ഇവിടെ നിലനിൽക്കുന്ന ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബാധകമാവില്ല എന്നൊരു കാര്യം ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ അതിനി നാളെ പറയാനാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിനി പറഞ്ഞിട്ട് എന്നുവെച്ചാൽ ഇവിടെയുള്ളവരെ ബാധിക്കുന്ന നിയമമായിട്ട് ആണോ പറയാനിരിക്കുന്നത്, ഒന്നും നമുക്കറിയില്ല. അങ്ങനെ വരില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. കാരണം ഇതുവരെയായിട്ടും അങ്ങനെ ഒരു നിയമം ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഉള്ളവരെ ബാധിക്കുന്ന രീതിയിലുള്ള നിയമം വന്നിട്ടില്ല. ചിലപ്പോൾ വരുമായിരിക്കാം, വരാതിരിക്കാം. പക്ഷേ നമ്മൾ 100% വരത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ച് അങ്ങനെ ഒരു നിയമം ഇതുവരെയായിട്ട് ഇവിടെ നിൽക്കുന്നവരെ ബാധിക്കുന്ന ഒരു നിയമമായിട്ട് വന്നിട്ടില്ല. ഇനി ഇൻ കേസ് അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ അത് ഇവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലോട്ട് തന്നെ പോകും. ഇവിടെയുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കെയർ ഹോമുകൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കെയർ ഹോമുകളിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇൻ കേസ് ഇനി അവർ നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ, കെയർ ഹോമിലുള്ള ആൾക്കാരെ ആയിരിക്കാം ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നേഴ്സുമാരെ ഫോക്കസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവരെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 to 10 year ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ നിന്നുള്ള ആൾക്കാർ മൂവ് ഔട്ട് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിലവിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 6 years ആയിട്ട് നമ്മുടെ സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ചിലവുണ്ട് ഇവിടെ. ഇപ്പോൾ 3 year ആയിട്ട് വിസ റിന്യൂ ചെയ്യുന്നതിൻ്റെ ചിലവും അതിൻ്റെ ചിലവ് അങ്ങനെ. അതുകൂടാതെ സിറ്റിസൺഷിപ്പ് ആകുന്ന സമയത്ത് PR ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു സമയം വരെ ആകുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഏകദേശം ഒരു 4 പേരുണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് ഇപ്പോഴത്തെ എമൗണ്ട് വെച്ച് ഏകദേശം 3000 പൗണ്ടോളം തന്നെ ചിലവാകും. ഓക്കെ, 4 പേരുണ്ടെന്നുണ്ടെങ്കിലേ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു സമയത്ത് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വലിയൊരു എമൗണ്ടിലോട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കും. സോ ഇത്രയും ആക്കി വന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ 5 വർഷമായിട്ട് ഇപ്പം നിലവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിപ്പോൾ ഇനി 10 year ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് മുൻപോട്ട് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മൂവോട്ടായി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനൊരു നിയമം വരാതിരിക്കട്ടെ, ഇവരെ ഉണ്ടാക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് അത് വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടാവും. ഇവിടെ തന്നെ കെയർ ഹോമുകളിലും അതുപോലെ തന്നെ ഇനിയിപ്പം നേഴ്സുമാരെ വിടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം NHSൻ്റെ അവസ്ഥയും വളരെ രീതിയിൽ തന്നെ താഴ്ന്നു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഓൾറെഡി തന്നെ ഇപ്പം നിലവിൽ ഇവിടെയുള്ള ആൾക്കാരെ ഈ NHSലുള്ള നേഴ്സുമാരെയും വിട്ട് നല്ല രീതിയിൽ അവിടെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഇപ്പോൾ അവർക്കും കൂടെ ഈ ഒരു പരിപാടി എടുത്ത് തല വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ UK എക്കോണമി താഴെ പോകുന്ന മാത്രമല്ല, ഇവിടെയുള്ള NHSലും അതുപോലെ തന്നെ ഇപ്പം കെയർ ഹോമുകളെല്ലാം തന്നെ വലിയൊരു പ്രതിസന്ധിയിലോട്ട് പോയി വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് പോകുന്നൊരവസ്ഥയിലോട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ നേഴ്സുമാരെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കൺട്രീസ് വേറെയുണ്ട്, മനസ്സിലായോ. UK പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെറ്റ് മൈഗ്രേഷനാണ്. അതിപ്പോൾ കുറഞ്ഞെന്നുള്ളത് ഇപ്പോൾ ഗിർ സ്റ്റാമർ പറഞ്ഞിട്ടുണ്ട്. കാരണം 9 ലക്ഷം അടുത്തുള്ള നെറ്റ് മൈഗ്രേഷൻ ഇപ്പോൾ ഏകദേശം 4 ലക്ഷത്തിൽ താഴെയായിട്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ കുറയ്ക്കാൻ വേണ്ടി എല്ലാം തന്നെ ഈ പറയുന്ന നമ്മുടെ നേഴ്സുമാരെയും അതുപോലെ തന്നെ കെയർമാരെയും എല്ലാം കൂടെ ചവിട്ടിത്താക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളോട്ട് വഴിവെക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സംഭവം വരാതിരിക്കട്ടെ. കാരണം നെറ്റ് മൈഗ്രേഷൻ ഓൾറെഡി കുറയുന്നു പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇനിയൊരു ചവിട്ടിത്താക്കൽ ഈ പറയുന്ന മേഖലകളിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ രീതിയിൽ UK എക്കോണമിക്ക് ദോഷം ചെയ്യും. ഓരോ എംപ്ലോയർക്കും നല്ല രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.
കാരണം നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഓൾറെഡി കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് സംഭവങ്ങൾ ഇത് ഒരുപാട് കൂടുമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇനി നടപടി എടുത്തുകൂടാ? ഇതൊക്കെ പ്രോപ്പറായിട്ട് എന്താ പറയുക, ഒരു നിയമം ഉണ്ടാക്കി അങ്ങോട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇനി എന്താ പറയുന്നത്, ഈ മറ്റേ റിഫോമിനെ പേടിച്ചിട്ടാണ് എന്നൊക്കെ ചെയ്യാൻ പോകുന്നതൊക്കെ എങ്ങനെയാണെങ്കിൽ പോലും റിഫോം വരിക തന്നെ ചെയ്യും. അതിൻ്റെ അകത്ത് യാതൊരുവിധ മാറ്റമൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ പോലും നിങ്ങളിരിക്കുന്ന ഈ അവസ്ഥയിലാണെങ്കിൽ പോലും ഒരു നിയമം നിങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ, ഒരു നിയമം പ്രോപ്പറായിട്ട് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറയണം, ഇപ്പം UK സേഫാണ്, അല്ലെങ്കിൽ സേഫ് എന്ന് ഉദ്ദേശിച്ചാൽ സുരക്ഷയുണ്ട്, നമുക്കിപ്പോൾ എവിടെയും ധൈര്യമായിട്ട് പോകാൻ പറ്റും, നമുക്ക് ഇന്ന സിറ്റികളിൽ കൂടെ എല്ലാം നമുക്ക് ഫോണോ ഗാഡ്ജറ്റൊക്കെ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും എന്ന് പറയുന്നൊരു അവസ്ഥയിലോട്ട് ഉള്ളൊരു നിയമം ഇവിടെ കൊണ്ടുവരണം. അതിങ്ങനെ കൊണ്ടുവരാത്ത രീതിയിൽ ഇങ്ങനെ ലിബറലാക്കി വിടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നത്. സോ അത് ഇനിയിപ്പം റീഫോം പാർട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ നിലവിലുള്ള പാർട്ടിയായി നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നൊരു കേസേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഒത്തിരി ലിബറലായി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ ശോധനീയമായി പോകും. അപ്പോൾ നിയമങ്ങൾ വേണം, ശക്തമായ നിയമങ്ങൾ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ റീഫോം വന്നിട്ട് അവരൊരു ഗൾഫിനെ കണ്ടുപിടിക്കുക, നിങ്ങൾ അറബ് രാഷ്ട്രം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പോലെ അവിടുത്തെ നിയമങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അവർ നോക്കി നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ഇതുപോലെ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇൻ കേസ് ഞാൻ വല്ലതും ഇങ്ങനത്തെ ഒരു സ്ഥാനത്ത് വല്ലതും ആയിരുന്നു, ഞാൻ നല്ല നിയമം കൊണ്ടുവന്നേനെ. അക്കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. ഇൻ കേസ് ഇങ്ങനെ പ്രശ്നം ഇപ്പോൾ റോഡുകളിൽ ഈ പറയുന്ന വെടിവെപ്പോ അല്ലെങ്കിൽ ഇമോഷൻ പിടിച്ചു കഴിഞ്ഞാൽ അകത്തിടുക, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ആക്രമണ പരിപാടി ഞാൻ റോഡ് നടക്കുന്ന ഈ മുട്ടിന് താഴെ വെടിവെക്കുക, തൂക്കേണ്ടതാണെങ്കിൽ തൂക്കുക. ഇങ്ങനെയുള്ള സംഭവം നിയമം കൊണ്ടുവരണം. ഇത് ലിബറലായി പോകുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത്. ചുമ്മാ വന്നിട്ട് തോക്കും മറ്റേതായിട്ട്, തോക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നല്ലോ അറിയില്ല, തോക്കും മറ്റുമായിട്ട് വന്നിട്ട് റെസ്റ്റോറൻറ്റുകളും മറ്റും എല്ലാം വെടിവെച്ച് നശിപ്പിച്ച് ആൾക്കാരെ കൊല്ലുന്ന പരിപാടി. അപ്പോൾ മൊത്തത്തിൽ രാജ്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതല്ല ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ ഇവിടെ ചവിട്ടിത്താക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇരട്ടി സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എക്കോണമി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് UK. അത് ഇനിയും താഴോട്ട് പോകാൻ നിങ്ങളായിട്ട് ഇടവരുത്തായിരുന്നാൽ കൊള്ളാം എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അറിയാമല്ലോ, നാളെയാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ നിയമങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവസം. നമുക്ക് ഉടൻ തന്നെ എൻ്റെ വീഡിയോ ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.